ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് എൻ്റെ സെക്കൻഡ് ഡേ ആണ് ഞാനിവിടെ അമ്മൂമ്മൻ്റെ അവിടെ ഉള്ളത്. സോ നമുക്ക് രാവിലെ തന്നെ എണ്ണയൊക്കെ തലയിലിട്ട് ഷാമ്പൂ ഇടാൻ വേണ്ടി നിൽക്കുകയാണ്. സോ ഞാൻ കുറേ ക്യാപ്ചേഴ്സ്, നല്ല അടിപൊളി ക്യാപ്ചേഴ്സൊക്കെ എടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ മസ്റ്റായിട്ട് കാണാം. ഓക്കെ, ഞാൻ ഇതിൽ പിന്നെ ചെയ്തേക്കാം. ഗൈസ്, പഴയ ഒരു ഇതാണ്, പഴയ വീട്ടിൽ ഇങ്ങനെ ഇപ്പോഴും പഴയൊരു കൾച്ചർ പോലെ. പക്ഷേ ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇതൊക്കെ ഒരു ദിവസം നമ്മൾ അങ്ങനെ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഹലോ ഗായ്സ്, ദിസ് ഈസ് മൈ അമ്മൂമ്മ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് ചോറ്, പടുവളങ്ങ കറി, ഉണ്ണിത്തണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കുക. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പം നമ്മുടെ മാമനുണ്ട്. മാമൻ ഇതൊന്നും ഇഷ്ടമല്ല, വീഡിയോ എടുക്കുന്നത് അങ്ങനത്തെ ഉള്ള കാര്യം. മാമൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അതാണ് കാണിക്കുന്നത്. മാമ അപ്പം എന്നൊക്കെ ന്യൂസൊക്കെ തന്നെ ഉണ്ടുള്ളൂ. അപ്പോൾ ഞാൻ ഫോൺ നോക്കുന്ന കാണുമ്പോൾ ചീത്ത പറയും. കാരണം വെച്ചാൽ ഫുഡ് നോക്കുന്ന സമയത്ത്, ഫുഡ് കഴിക്കുന്ന സമയത്ത് ഫോൺ നോക്കണ്ടാവിട്ട് പറയും. നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡൊക്കെ ആയിരുന്നു. എനിക്ക് ഈ ഒരു അണപ്പല്ല് വന്നുകൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ട്. അതിനുശേഷം അമ്മൂമ്മ ഞങ്ങൾക്ക് പഞ്ചാമൃതം തന്നു. അമ്മ വീട്ടിൽ കേൾക്കാനും തന്നു, അതുപോലെ തന്നെ ഇപ്പോൾ കഴിക്കാനും. അമ്മൂമ്മ ഇനി എന്തിനാ എല്ലാം വീഡിയോ എടുക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഇതെല്ലാം എൻ്റെ ഒരു വ്ളോഗാണ്. അമ്മൂമ്മ ആവട്ടെ പറഞ്ഞതാണ്. അമ്മൂമ്മൻ്റെ വീട് ഇതാണ്. വീട് ഇവിടെ വരുമ്പോൾ നമ്മൾ പണ്ടത്തെ വീടായതുകൊണ്ട് നമുക്ക് നൊസ്റ്റാൾജിക് ഫീൽ അടിക്കും. ഞാൻ ഇവിടെയൊക്കെ ഇരുന്നാണ്. എനിക്ക് സങ്കടം എന്താ വെച്ചാൽ പറഞ്ഞാൽ അമ്മൂമ്മ ഡേ ബൈ ഡേ അമ്മൂമ്മ വയസ്സായിക്കൊണ്ടിരിക്കുക. നമുക്ക് ആരും നമ്മൾ ഗ്രോ അപ്പ് ആകുമ്പോൾ അമ്മൂമ്മ അതിനനുസരിച്ച് ഗ്രോ അപ്പ് ആയി വയസ്സായി വരുന്നു. അപ്പോൾ അമ്മൂമ്മയ്ക്ക് കുറച്ച് മരുന്നുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കൈയും കാലും വേദന, അത് ഇടുപ്പ് വേദന, എന്നിട്ട് വയസ്സായ കൊണ്ട് പല വേദന. അതൊക്കെയാണ് എനിക്ക് നല്ല സങ്കടമായി. ഹായ് പറയും. എൻ്റെ ബ്ലോഗ്. അമ്മൂമ്മയ്ക്ക് വയസ്സായിട്ട് നല്ല തൊലിയൊക്കെ ഒരുമാതിരി ലൂസായി. അപ്പോൾ വൈൻസൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഒരുമാതിരി സ്കിന്നാവുന്ന ടൈമിൽ നമുക്ക് നല്ല സങ്കടമാകാൻ തുടങ്ങി. കാരണം വെച്ചാൽ നമ്മൾ ഈ ഒരു കയ്യിൽ നിന്നാണ് നമ്മൾ വളർന്നത്. അപ്പോൾ ഈ കയ്യിൽ നമ്മൾ തൊട്ട് നോക്കുന്ന സമയത്ത് നല്ല രീതിക്ക് വയസ്സായിട്ടൊക്കെ ഇരിക്കണം. അതുപോലെ തന്നെ ഇവിടെ കോഴികളൊക്കെ ഉണ്ട്. ഫസ്റ്റ് നിറയെ അപ്പൂപ്പനുള്ള സമയത്തൊക്കെ നിറയെ കോഴികളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇത് നോക്കുക, അമ്മൻ്റെ സ്നേഹമാണ്, അമ്മൻ്റെ കെയർ, 2 കുട്ടികൾ വളരുക. അപ്പോൾ ഇതുപോലെ ഞാൻ ഇവിടെ മാട്ടുക്കുട്ടിയുണ്ട്, അവരുടെ വീട്ടിൽ ഞാൻ പോസ്റ്റ് ചെയ്യട്ടെ, കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എൻ്റെ ഫേസൊക്കെ നോക്കുക, ഒരുമാതിരി ഓയിലി. അപ്പോൾ ഇതേപോലെ തന്നെ ഇവിടെ നല്ല നല്ല നമ്മളിങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചു പറഞ്ഞാൽ പ്രകൃതിയായിട്ട് ഇണങ്ങി ജീവിക്കുന്ന മനുഷ്യന്മാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലൊന്നും ഇങ്ങനെ കാണാറില്ല, വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങാറില്ല എന്നുള്ള കാര്യം ഞാൻ എല്ലാ വ്ളോഗിലും പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ വരുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ടുള്ള മൈൻഡ് പീസ്ഫുള്ളാവുന്ന കുറച്ച് കാഴ്ചകൾ കാണാൻ പറ്റും. ഈ കുട്ടി ഇപ്പോഴേ പ്രസവിച്ചുള്ളൂ. അപ്പോൾ ഈ കുട്ടി പാലിങ്ങനെ കുടിക്കുന്നതൊക്കെ കാണുമ്പോൾ അടിപൊളിയായിട്ട് അമ്മൻ്റെ ഒരു സ്നേഹം അങ്ങനെ. അപ്പോൾ ഞാൻ എന്തായാലും ഉച്ചയ്ക്ക് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ ഞാൻ റെഡി ആയിട്ട് അമ്മൂമ്മ വിളിച്ച് ടാറ്റാ പറയാണ്. എന്താ വെച്ചാൽ എനിക്ക് വീട്ടിൽ പോകാൻ സമയമായി. പോട്ടെ. അപ്പം ഞാൻ പോണു പറഞ്ഞപ്പോൾ അമ്മൂമ്മ എന്നെ ആക്കാൻ വരികയാണ്. ഗേറ്റ് വരെ ആക്കാം. അമ്മൂമ്മയ്ക്ക് നടക്കാൻ വയ്യ, പാവം. അത് കാണുമ്പോഴത്തേനും നമുക്ക് സങ്കടം വരും. ഞാൻ ഇറങ്ങുന്ന സമയത്ത് കുറച്ച് വെയിലൊക്കെ ഉണ്ട്, അതാണ് ഞാൻ കുടയൊക്കെ എടുക്കുന്നത്. അപ്പം അമ്മൂമ്മൻ്റെ ഉള്ളിൽ പോയി ഇരിക്കാൻ പറയാണ്. അമ്മൂമ്മ നമ്മൾ അവിടെ എത്തണ വരെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെയും നോക്കും. ഈ കഥ കാണുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുന്ന സമയം നല്ല സങ്കടം വരുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഞാനിങ്ങനെ വന്നു. മാമാരാണ് ഇല്ലെങ്കിൽ കൊണ്ടുവിടുക. അപ്പോൾ മാമാരൊക്കെ ഒന്ന് തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ബസ് സ്റ്റാൻഡിൽ വന്നു. ബസ് കാത്ത് നിൽക്കുകയായിരുന്നു. കുറച്ച് നേരമായി നിൽക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് ഞാൻ അവസാനം ഒരു ബസ് കിട്ടി. വീട്ടിലേക്ക് പോകേണ്ട 2 ദിവസം ഇരിക്കാൻ വിചാരിച്ചതല്ല, തിരിച്ച് പിറ്റേ ദിവസം തന്നെ പോകണം മറ്റും വന്നായിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു ഞാൻ വേഗം വന്നത്. അപ്പോൾ ബസ്സൊക്കെ കിട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ ഗായ്സ്, എൻ്റെ വീടെത്തി ഞാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ അമ്മൂമ്മൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടോ, അങ്ങനത്തെ കുറച്ച് മെമ്മറീസ് ആയിട്ട് എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്താനുണ്ടോ അതൊക്കെ കമൻറ്റിൽ അറിയിക്കാം. ഓക്കെ, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, അതിലേക്കാം.